ഇനി ഒരു കള്ളവോട്ട് വാർത്ത തൃശ്ശൂരിൽ നിന്ന്. വടക്കാഞ്ചേരി നഗരസഭയിലെ 20-ാം ഡിവിഷൻ. അവിടെ കള്ളവോട്ട് ചെയ്യാൻ ശ്രമിച്ച ഒരാൾ, ആ ആൾക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. അദ്ദേഹത്തെ നമുക്ക് കാണാം, ഒരു തൊപ്പിയൊക്കെ വെച്ച് ഇരിക്കുന്നുണ്ട്. ബങ്കര താരുപീടികയിൽ താമസിക്കുന്ന അൻവർ എന്ന ആളാണ് കള്ളവോട്ട് ചെയ്യാൻ ശ്രമിച്ച് പിടിയിലായിരിക്കുന്നത്. മങ്കര സ്വദേശിയായ ഇയാളുടെ പേര് ഷൊർണൂർ നഗരസഭയിലെ കുളപ്പുള്ളിയിലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. കുളപ്പുള്ളിയിൽ ഇന്ന് വോട്ട് ചെയ്ത ശേഷം ഇയാൾ വീണ്ടും വോട്ട് ചെയ്യാനായി വടക്കാഞ്ചേരിയിലെ ബൂത്തിൽ എത്തുകയായിരുന്നു. വീണ്ടും വോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ കയ്യിലെ പഴയ മഷി അടയാളം ശ്രദ്ധയിൽപ്പെട്ട ഉദ്യോഗസ്ഥരാണ് ഇയാളെ കയ്യോടെ പിടികൂടിയത്. പ്രിസൈഡിംഗ് ഓഫീസറുടെ പരാതി പ്രകാരം വടക്കാഞ്ചേരി പോലീസ് അൻവറിനെതിരെ കേസെടുത്ത് കരുതൽ തടങ്കലിൽ വച്ചിരിക്കുകയാണ്. മറ്റൊരു കള്ളവോട്ട് വാർത്ത കാസർഗോഡ് നിന്നാണ്. അവിടെ ചെറുവത്തൂർ പഞ്ചായത്തിലെ കാലിക്കടവ് വാർഡ്, ആ കാലിക്കടവ് വാർഡിലാണ് കള്ളവോട്ടിന് ശ്രമം നടന്നത്. UDF പ്രവർത്തകർ ഇതിനെതിരെ പരാതി നൽകി. പക്ഷേ പരാതി നൽകിയ UDFന്റെ ബൂത്ത് ഏജന്റുമാർക്ക് നേരെ ആക്രമണം നടന്നു. CPIM പ്രവർത്തകർ UDF പ്രവർത്തകരെ ആക്രമിച്ചു എന്നാണ് പരാതി. എന്നാൽ ആ ആക്രമണ വാർത്ത CPM പ്രവർത്തകർ നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും കള്ളവോട്ട് ശ്രമമാണ് നടന്നിട്ടുള്ളത്, കള്ളവോട്ട് ചെയ്തിട്ടില്ല. കാസർഗോഡ് ചെറുവത്തൂർ പഞ്ചായത്തിലെ കാലിക്കടവ് വാർഡിൽ കള്ളവോട്ടിന് ശ്രമം നടന്നു എന്നുള്ളതാണ് ആരോപണം. ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് UDF ആണ്. UDFന്റെ ബൂത്ത് ഏജന്റുമാരാണ് ഈ പറയുന്ന കള്ളവോട്ട് ആരോപണവുമായിട്ട് പരാതി നൽകിയിരിക്കുന്നത്. പക്ഷേ പരാതി നൽകിയ UDFന്റെ ബൂത്ത് ഏജന്റുമാരെ ആക്രമിച്ചു എന്നുള്ള വാർത്തയാണ്. ആക്രമിച്ചത് CPM പ്രവർത്തകരാണ് എന്നാണ് UDF പ്രവർത്തകർ പറയുന്നത്. പക്ഷേ CPM പ്രവർത്തകർ ആ വാർത്ത നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട്.